ഹായ് മക്കളെ, നമുക്കിന്ന് ഒരു 20-25 മിനിറ്റ് വീഡിയോയിൽ ആൾഡോൾ കണ്ടൻസേഷൻ്റെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറയാം. ഏത് ചോദ്യം വന്നാലും ആൾഡോൾ കണ്ടൻസേഷനിൽ ഏത് ചോദ്യം വന്നാലും നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആൾഡോൾ കണ്ടൻസേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പൊതുവെ ആൾഡിഹൈഡും കീറ്റോണും തരുന്ന റിയാക്ഷനാണ്. അത് എല്ലാ ആൾഡിഹൈഡും എല്ലാ കീറ്റോണും തരൂല. ആൽഫ ഹൈഡ്രജൻ്റെ പ്രസൻസ് ഉള്ള ആൾഡിഹൈഡും കീറ്റോണും തരുന്ന റിയാക്ഷനാണ് എന്ത്, ആൾഡോൾ കണ്ടൻസേഷൻ എന്നുള്ള റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫോർമാൽഡിഹൈഡ് റിയാക്ഷൻ എന്ത് ചെയ്യൂല, തരില്ല. എന്തുകൊണ്ടാണ് ഫോർമാൽഡിഹൈഡ് റിയാക്ഷൻ തരാത്ത? കാരണം സി ഡബിൾ ബോണ്ട് ഓയുടെ തൊട്ടടുത്തുള്ള കാർബണിൻ്റെ അടുത്തുള്ള എച്ചിനെ വിളിക്കുന്ന പേര് ആൽഫ എച്ച്. ഈ സി ഡബിൾ ബോണ്ട് ഓയുടെ തൊട്ടടുത്ത് കാർബൺ പോലും ഇല്ല. അപ്പോൾ ഇയാൾക്ക് എന്തുണ്ടാവില്ല, ആൽഫ എച്ച് ഉണ്ടാവില്ല. അപ്പോൾ ആൽഫ എച്ച് ഉള്ളവരെ റിയാക്ഷൻ എന്ത് ചെയ്യുള്ളൂ, തരുള്ളൂ എന്ന് ആദ്യം എന്ത് ചെയ്യുക, പഠിക്കുക. പിന്നെ ആര് പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുക? ഡൈല്യൂട്ട് ആൽക്കലി NaOH ആകാം. NCERT BaOH ട്വൈസും കൊടുത്തിട്ടുണ്ട്, BaOH ട്വൈസ്. അപ്പോൾ ഡൈല്യൂട്ട് ആയിട്ടുള്ള ആൽക്കലിയുടെ പ്രസൻസിൽ ആൽഫ എച്ച് ഉള്ള ആൾഡിഹൈഡും കീറ്റോണും തരുന്ന റിയാക്ഷനാണെന്ത്, ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ. നമുക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിളിലൂടെ NCERT കൊടുത്ത എക്സാമ്പിളിലൂടെ ഒക്കെ എന്ത് ചെയ്യാം, ഒന്ന് മുന്നോട്ട് പോകാം. ഞാൻ ഒന്നാമത്തെ റിയാക്ഷൻ്റെ മെക്കാനിസം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബാക്കി എല്ലാത്തിൻ്റെ മെക്കാനിസം സെയിം തന്നെയാണ്. പക്ഷേ അത് നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് കട്ട് വെച്ചിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് പറയാം. ഇതിൻ്റെ മെക്കാനിക്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിന് ആൽഫ എച്ച് ഉണ്ടോ? ഉണ്ട്. അതായത് സി ഡബിൾ ബോണ്ട് ഓയുടെ തൊട്ടടുത്തുള്ള കാർബൺ ഇയാൾ. ഈ കാർബണിൻ്റെ അടുത്ത് എന്തുണ്ട്, ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അതുകൊണ്ട് ഇയാൾക്ക് ആൽഫ ഹൈഡ്രജൻ ഉണ്ടായതുകൊണ്ട് റിയാക്ഷൻ നടക്കും. ഞാൻ അങ്ങോട്ട് ആരെ ആഡ് ചെയ്തു, ഡൈല്യൂട്ട് ആൽക്കലി ആഡ് ചെയ്തു. മെക്കാനിസം പറയാൻ പോവാണ്. ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനത്തെ രണ്ടാൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഒന്നാമത്തെ ഏതെങ്കിലും ഒരാളുടെ സി ഡബിൾ ബോണ്ട് എന്ത് ചെയ്യുക, ഓക്സിജൻ. സി ഡബിൾ ബോണ്ട് ഓക്സിജൻ്റെ അടുത്തോട്ടേ പൊട്ടുള്ളൂ. കാരണം ഒരു ബോണ്ട് പൈ ബോണ്ട് വീക്ക് ബോണ്ടാണ്. ഒരു എൻഡിലാണെങ്കിൽ ഇലക്ട്രോ നെഗറ്റീവായിട്ടുള്ള ഓക്സിജൻ ആറ്റം ഉണ്ട്, വീക്ക് ബോണ്ടും ഉണ്ട്. ഒരു എൻഡിൽ ഇലക്ട്രോ നെഗറ്റീവായിട്ടുള്ള ഓക്സിജൻ ആറ്റം ഉണ്ടെങ്കിൽ ഇലക്ട്രോൺ വലിക്കുമ്പം വീക്ക് ബോണ്ട് വലിക്കുന്ന ഭാഗത്തോട്ട് പെട്ടെന്ന് പൊട്ടും, ഇലക്ട്രോ നെഗറ്റീവായ സൈഡിലോട്ട് പൊട്ടും. മറ്റേ CH3 സി ഡബിൾ ബോണ്ട് OHൻ്റെ H+ ഒഴിവാക്കുക. കാരണം സി ഡബിൾ ബോണ്ടോ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണിൻ്റെ അടുത്തുള്ള H അസിഡിക് H. അതുകൊണ്ട് അവിടുന്ന് ആര് പോവും, അസിഡിക് H മീൻസ് H+ പോവും. H+ പോയാൽ CH3 H+ പോയാൽ ബാക്കി എന്താ ഉണ്ടാവുക, CH2- ഉണ്ടാവുക. ഇനി അങ്ങോട്ട് നടക്കുന്ന റിയാക്ഷനാണ് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. അതായത് ന്യൂക്ലിയോഫിലിക് അഡീഷൻ അല്ലേ. ഇയാളുടെ സി ഡബിൾ ബോണ്ട് പൊട്ടുമ്പോൾ ഇയാൾക്കൂടെ പോസിറ്റീവ് ചാർജ് കിട്ടൂലേ. ഈ CH2- മീൻസ് ഒരു ന്യൂക്ലിയോഫൈൽ, നെഗറ്റീവ് ചാർജ് ഉള്ള ആൾ ന്യൂക്ലിയോഫൈൽ അല്ലേ. അപ്പോൾ ഈ ന്യൂക്ലിയോഫൈൽ ബോണ്ട് സി ഡബിൾ ബോണ്ട് ഓക്സിലോട്ട് പൊട്ടുമ്പം C+ കിട്ടും. ഈ C+ ആര് വന്ന് ആഡ് ചെയ്യും, ഈ CH2- വന്നിട്ട് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കിയാൽ CH3 കണ്ടില്ലേ, ഞാനിവിടെ CH3 എഴുതി വെച്ചു. ഈ ബോണ്ട് ഇങ്ങോട്ട് പൊട്ടുമ്പം C+ കിട്ടി. ആ C+ൻ്റെ അടുത്ത് ആരുണ്ട്, H ഉണ്ട്. അതാണ് ഞാനിവിടെ എഴുതി വെച്ച്. ആ C+ൻ്റെ അടുത്തോട്ടാണ് ആര് വന്നത്, CH2- വന്നത്. ആ CH2- ബാക്കിൽ ആരുണ്ട്, സി ഡബിൾ ബോണ്ടോ H ഉണ്ട്. അത്രയേ ഉള്ളൂ. ഈ ബോണ്ട് ഇങ്ങോട്ട് പൊട്ടുമ്പോൾ ഇവിടെ O- കിട്ടൂലേ. ആ O- ആണ് ഇവിടെ OH ആയിട്ട് മാറിയത്. അതങ്ങനെ ഡൈല്യൂട്ട് ആൽക്കലി അല്ലേ, വാട്ടറൊക്കെ ഉണ്ടാവില്ലേ, വാട്ടറിൽ H+ ഉണ്ടാവില്ലേ. ആ H+ ആണ് ഈ O- അടുത്തോട്ട് വന്ന് OH ആയിട്ട് മാറിയത്. ഇതാണ് എന്ത് പ്രൊഡക്റ്റ്, ആൾഡോൾ പ്രൊഡക്റ്റ്. കാരണം എന്താ, ഇവിടെ ആൾഡിഹൈഡും ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്. ആൾഡിഹൈഡിൻ്റെ ആൾഡും ആൽക്കഹോളിൻ്റെ ഓളും ആൾഡോൾ എന്ന് വിളിക്കാം. ഓക്കെ, ഇത് ആൽഫ കാർബൺ. സി ഡബിൾ ബോണ്ട് ഓയുടെ തൊട്ടടുത്തുള്ള കാർബൺ ആൽഫ എന്ന് വിളിക്കാം. ആൽഫയുടെ തൊട്ടടുത്തുള്ള ആൾ ബീറ്റ എന്ന് വിളിക്കാം. അപ്പോൾ ബീറ്റ പൊസിഷനിൽ OH ഉണ്ടായതുകൊണ്ട് ബീറ്റ ഹൈഡ്രോക്സി എന്ന് വിളിക്കാം. ബാക്കി ആൾഡോൾ, ബീറ്റ ഹൈഡ്രോക്സി ആൾഡോൾ പ്രൊഡക്റ്റ് ആണിത്. അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയോ, അവിടുന്ന് കണ്ടൻസേഷൻ, അതായത് വാട്ടർ പോകുന്ന റിയാക്ഷനാണ്. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്തു, വാട്ടർ പോയി. നിങ്ങൾക്ക് അറിയാം, എലിമിനേഷൻ റിയാക്ഷൻ അറിയാം. വാട്ടർ പോവുക മീൻസ് OH- പോവുക, H+ പോവുക. ആൽഫ കാർബണിന്ന് OH- പോയി. ആൽഫയുടെ തൊട്ടടുത്തുള്ള ആളെ വിളിക്കാം ബീറ്റ എന്ന്. ബീറ്റ കാർബണിന്ന് H+ പോയി. ആൽഫയിൽ നിന്ന് OH- പോയി, ബീറ്റയിൽ നിന്ന് H+ പോയി. തമ്മിൽ ഡബിൾ ബോണ്ട് കൊടുക്കുക. അതാണ് ആൾഡോൾ കണ്ടൻസേഷൻ പ്രൊഡക്റ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടുന്ന് ഈ ബീറ്റയിൽ നിന്ന് H പോവാത്തെന്ന് ചോദിക്കാം. മക്കൾ, ഇവിടുന്ന് ഈ ബീറ്റയിൽ നിന്ന് H പോയാലേ ഇവിടെ ഡബിൾ, സിംഗിൾ, ഡബിൾ എന്നുള്ള കോൺജുഗേഷൻ വരുള്ളൂ. ഈ ബീറ്റയിൽ നിന്ന് H+ഉം ആൽഫയിൽ നിന്ന് OH പോയാൽ ഇവിടെ ഡബിൾ ബോണ്ട് വന്നാൽ ഈ സിസ്റ്റം അത്ര സ്റ്റേബിൾ അല്ല ഇയാൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടുത്തെ ഉള്ള Hന് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഒഴിവാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി, ആൽഫയിലും ബീറ്റയിലും ഡബിൾ ബോണ്ട് ഉണ്ടായതുകൊണ്ട് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് എന്ന് വിളിക്കാം. ബാക്കി ഇത് കാർബണൽ കോമ്പൗണ്ട്. അപ്പോൾ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബണൽ കോമ്പൗണ്ട് കിട്ടി. മക്കളിത് എപ്പോൾ എല്ലാ സമയത്തും ആൾഡോൾ ആവണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ ഇവിടെ നിങ്ങളിവിടെ
ഇത് CH3 ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇത് CH3 ആയിരിക്കും അപ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഇത് കീറ്റോളാണ്. അപ്പോൾ ആൾഡോളിന് പകരം കീറ്റോളും വരാം. ഇത് ആൽഡിഹൈഡ് ആയതുകൊണ്ട് ആൾഡോൾ. ഇനിയിപ്പോൾ കീറ്റോൺ ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? കീറ്റോൾ എന്ന് വിളിക്കാം. എന്നാലും ആ റിയാക്ഷൻ നമ്മൾ പൊതുവെ എപ്പോഴും തന്നെയാണ് വിളിക്കാറുള്ളത്. കീറ്റോൺ ആണെങ്കിലും ആൽഡിഹൈഡ് ആണെങ്കിലും ഒക്കെ നമ്മൾ ആൾഡോൾ കണ്ടൻസേഷൻ എന്നാണ് വിളിക്കുക. പക്ഷേ ഈ പ്രൊഡക്റ്റിൻ്റെ പേര് ഇതിപ്പോൾ CH3 ആണെങ്കിൽ അതിന് നമുക്ക് വെട്ടിയിട്ട് കീറ്റോൾ എന്ന് എന്ത് ചെയ്യണം? ആക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെക്കാനിസം. ഓക്കെ ആണല്ലോ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? പതുക്കെ ഒന്ന് പറഞ്ഞു പോകാം. ഫോർ എക്സാമ്പിൾ ഇതാണ് ചോദ്യം എന്ന് വിചാരിച്ചു. നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ആൻസർ കിട്ടും. ഷോർട്ട് കട്ട് ഞാൻ പറയാം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ഇയാൾക്ക് ആൾഡോൾ കണ്ടൻസേഷൻ നടക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ രണ്ടാൾ വരയ്ക്കുക. എന്നിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ C⋅O മൊത്തം ഒഴിവാക്കുക. ഈ C⋅O തൊട്ടടുത്തുള്ള കാർബൺ ആൽഫ കാർബണിലുള്ള 2H ഒഴിവാക്കുക. ഓക്കെ. എന്നിട്ട് ഈ സിയും തമ്മിൽ എന്ത് ചെയ്യുക? ഡബിൾ ബോണ്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞേ? CH3 എഴുതി കണ്ടില്ലേ? ഈ C കണ്ടില്ലേ? ഈ C എഴുതി. പിന്നെ ആ സീൻ്റെ അടുത്തൊരു CH3 ഉണ്ട്. അത് ഞാനിവിടെ എഴുതി വെച്ചു. ഇവിടുത്തെ ഓനെ മൊത്തം ഒഴിവാക്കി. അപ്പോൾ ഇവിടെ എന്തില്ല? ഓ ഇല്ല. ആ ഡബിൾ ബോണ്ട് പോകുമ്പം പോകാൻ മീൻസ് 2 ബോണ്ട് പോകാമെന്ന്. ആ 2 ബോണ്ട് പകരം 2 ബോണ്ട് ഇവിടെ എന്ത് ചെയ്യുക? ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്ത കോമ്പൗണ്ടിലുള്ള C⋅O തൊട്ടടുത്തുള്ള കാർബണിൻ്റെ അടുത്തുള്ള 2H ഒഴിവാക്കുക. അപ്പോൾ CH3 2H പോയാൽ CH അല്ലേ? എന്നിട്ട് ഈ സിയും തമ്മിൽ ഡബിൾ ബോണ്ട് കൊടുക്കുക. ബാക്കിയുള്ള അതേപോലെ എഴുതി വെക്കുക. ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടും. മെക്കാനിസം വെച്ച് ചെയ്താലും മെക്കാനിസം ഇല്ലാണ്ട് ഷോർട്ട് കട്ട് വെച്ച് ചെയ്താലും നിങ്ങൾക്ക് ഈ ആൻസർ തന്നെ കിട്ടാൻ പോവാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടുത്തെ ഓനെ ഒഴിവാക്കുക, ഇവിടുത്തെ 2H ഒഴിവാക്കുക. എന്നിട്ട് CH3 സീൻ്റെ അടുത്തൊരു CH3 ഉണ്ട്. എന്നിട്ട് ആ ഡബിൾ ബോണ്ട് ഈ CH കണക്ട് ചെയ്യുക. ബാക്കി അതേപോലെ ഇവിടെ എഴുതി വെച്ചാൽ മതി. ഇതാണ് ഇതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. മെക്കാനിസം ത്രൂ ചെയ്താലും ഇത് തന്നെ കിട്ടുക. ഓക്കെ. ഇനി നമുക്ക് പല എക്സാമ്പിൾസ് ഇതേപോലെ എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം മക്കളെ. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തതിലൊക്കെ നോക്കിക്കേ, ഒരു ടൈപ്പ് കോമ്പൗണ്ട് എടുത്തല്ലേ? ഇവിടെയും അങ്ങനെ തന്നെ ഒരു ടൈപ്പ് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്ത് ചെയ്തു? 2 ടൈപ്പ് കോമ്പൗണ്ട് എടുത്തു. ഇയാൾ എത്തനാളാ, ഇയാൾ പ്രൊപ്പനാളാ. രണ്ടാളുടെ അടുത്തും ആൽഫ-H ഉണ്ട് ഇല്ലേ? ഇയാൾ C⋅O തൊട്ടടുത്തുള്ള കാർബണിൻ്റെ അടുത്ത് ആൽഫ-H ഉണ്ട്. ഇവിടെയും C⋅O തൊട്ടടുത്തുള്ള കാർബണിൻ്റെ അടുത്ത് ആൽഫ-H ഉണ്ട്. അപ്പോൾ 2 ആൽഫ-H ഉള്ള 2 ഡിഫറെൻറ്റ് കോമ്പൗണ്ട് എടുത്താൽ ഫസ്റ്റ് ചോദ്യം അവിടെ എത്ര പ്രൊഡക്റ്റ് കിട്ടും എന്നാണ് ആദ്യത്തെ ചോദ്യം. എത്ര പ്രൊഡക്റ്റ് കിട്ടും? നിങ്ങൾ ആലോചിച്ചാൽ പോരെ. ഒന്ന് ഇയാളും തമ്മിൽ നടക്കും, അതാണ് ഒരു പ്രൊഡക്റ്റ്. അടുത്തത് ഇയാളും തമ്മിൽ നടക്കും, രണ്ടും തമ്മിൽ നടക്കും, അതാണ് മറ്റൊരു പ്രൊഡക്റ്റ്. ഈ 2 പ്രൊഡക്റ്റിനെ വിളിക്കുന്ന പേരാ സെൽഫ് ആൾഡോൾ കണ്ടൻസേഷൻ. ഒരാൾ പരസ്പരം തമ്മിൽ നടക്കുകയാണെങ്കിൽ അതാണ് സെൽഫ് കണ്ടൻസേഷൻ. ഓക്കെ. അപ്പോൾ ഒന്നും തമ്മിലും രണ്ടും തമ്മിലും. ഓക്കെ. അത് നമുക്ക് എളുപ്പമാണ്. ഒന്നും തമ്മിൽ നമ്മൾ ആൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എഴുതി വെക്കാൻ പറ്റും. ഇതേ ഷോർട്ട് കട്ട് വെച്ച് ചെയ്താൽ മതി. ഇനി വേറെ പ്രൊഡക്റ്റ് എന്താടാ? 1ഉം 2ഉം തമ്മിലും 2ഉം 1ഉം തമ്മിൽ നടന്നു പോലെ. അതായത് 1 2ഉം തമ്മിൽ മീൻസ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ? ഒന്നാമത്തെ ആളുടെ C⋅O പൊട്ടിക്കുക, രണ്ടാമത്തെ ആളുടെ ആൽഫ-H പോവുക. ഒന്നാമത്തെ ആളുടെ C⋅O പൊട്ടിക്കുക, അപ്പോൾ C+ കിട്ടും. ഇയാളുടെ H+ പോയാൽ CH- കിട്ടും. ഇവ തമ്മിൽ എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാം. അതാണ് മൂന്നാമത്തെ പ്രൊഡക്റ്റ്. അടുത്ത പ്രൊഡക്റ്റ് എന്താ? നാലാമത്തെ പ്രൊഡക്റ്റ് എന്താ? രണ്ടാമത്തെ ആളുടെ C⋅O പൊട്ടിക്കുക, അപ്പോൾ ഇവിടെ C+ കിട്ടും. എന്ത് കിട്ടും? ഇവിടെ എന്ത് കിട്ടും? C+ കിട്ടും. ഒന്നാമത്തെ ആളുടെ ആൽഫ-H+ പോവുക, അപ്പോൾ CH2- കിട്ടും. ഈ CH2- C+ തമ്മിൽ കണക്ട് ചെയ്യുക. അതാണ് മറ്റൊരു പ്രൊഡക്റ്റ്. അപ്പോൾ 1ഉം തമ്മിൽ 2ഉം തമ്മിൽ ഒന്നാമത്തെ ആളുടെ C⋅O പൊട്ടുക, രണ്ടാമത്തെ ആളുടെ H+ പോവുക, തമ്മിൽ കണക്ട് ചെയ്യുക. അതാണ് മൂന്നാമത്തെ പ്രൊഡക്റ്റ്. രണ്ടാമത്തെ ആളുടെ C⋅O പൊട്ടുക, ഒന്നാമത്തെ ആളുടെ H+ പോവുക, തമ്മിൽ കണക്ട് ചെയ്യുക. അതാണ് നാലാമത്തെ പ്രൊഡക്റ്റ്. അപ്പോൾ എത്ര പ്രൊഡക്റ്റ് കിട്ടും? 4 പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ. അപ്പം 1ഉം തമ്മിൽ 2ഉം തമ്മിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 1ഉം 2ഉം തമ്മിൽ ചെയ്യാൻ നോക്കുക. അതായത് എന്താ ചെയ്യുന്നത്? ഒന്നാമത്തെ ആളുടെ C⋅O പൊട്ടുകയാണ്. അപ്പോൾ ഷോർട്ട് കട്ട്, C⋅O ആരുതാണോ പൊട്ടുന്നത് അയാളുടെ ഓനെ നിങ്ങൾ ഒഴിവാക്കുക. ആരുടെ ആൽഫ-H+ ആണ് നിങ്ങൾ പോക്കുന്നത് അയാളുടെ 2H+ പോക്കുക, 2H+ പോക്കുക. ഓക്കെ. എന്നിട്ട് ഈ സിയും തമ്മിൽ എന്ത് ചെയ്യുക? ഡബിൾ ബോണ്ട് ഇട്ട് കൊടുത്താൽ മതി. പറഞ്ഞേ. അപ്പോൾ CH3 എഴുതി, കണ്ടില്ലേ? CH3 എഴുതി. ഈ സീൻ്റെ O ഒഴിവായി, ബാക്കി CH അല്ലേ? ബാക്കി കണ്ടില്ലേ? CH എഴുതി. ഇനി ആ O ഒഴിവാക്കിയതിന് പകരം ആ CH ഡബിൾ ബോണ്ട് ഇട്ട് കൊടുത്തു. ആ ഡബിൾ ബോണ്ട് എങ്ങോട്ടാണ് കണക്ട് ചെയ്യേണ്ടത്? മറ്റേ കോമ്പൗണ്ടിലുള്ള C⋅O തൊട്ടടുത്തുള്ള കാർബണിൻ്റെ അടുത്തുള്ള ആൽഫ-H ഒഴിവാക്കിയ കാർബൺ അല്ല, അവിടുത്തെ 2H ഒഴിവാക്കി. ഓക്കെ. 2H ഒഴിവാക്കുമ്പോൾ പിന്നെ അവിടെ ഒരു C ഉണ്ടാകും. ആ സീൻ്റെ അടുത്ത് ആരുണ്ട്? ഒരു മീത്തൈൽ ഉണ്ട്. കണ്ടില്ലേ? ഒരു മീത്തൈൽ എഴുതി വെച്ചു. ആ സീൻ്റെ അടുത്ത് ആരുണ്ട്? ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്. അവിടെ എഴുതി വെച്ചു.
അതാണ് ഇവിടെ ഞാൻ എന്ത് ചെയ്തത് പ്രൊഡക്റ്റ് എഴുതി വെച്ചത്. ഇനി അടുത്തെന്താ, 2ഉം 1ഉം തമ്മിൽ, അതായത് രണ്ടാമത്തെ ആളുടെ സി ഡബിൾ ബോണ്ടോ പൊട്ടിക്കുക, എന്നിട്ട് ഒന്നാമത്തെ ആളുടെ ആൽഫ എച്ച് പ്ലസ് പോവുക. അപ്പോൾ ഷോർട്ട് കട്ടായിട്ട് ആരെ സി ഡബിൾ ബോണ്ട് ഓയാണോ പൊട്ടിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചത് അയാളുടെ ഓനെ മൊത്തം ഒഴിവാക്കിക്കോ. മൊത്തം അപ്പം നോക്കിക്കേ, രണ്ടാമത്തെ നോക്കിക്കേ, CH3 CH2 CH, CH3 CH2 CH. ഈ ഓ പോയതിന് പകരം, ഓ പോവുക മീൻസ് 2 ബോണ്ട് പോയിന്ന്, അതിന് പകരം അവിടെ 2 ബോണ്ട് ഇവിടെ ഇട്ട് കൊടുത്തു. ഇനി ആ 2 ബോണ്ട് എങ്ങോട്ടാണ് കണക്ട് ചെയ്യണ്ടേ? മറ്റേ കോമ്പൗണ്ടിലുള്ള ആൽഫ എച്ച് പ്ലസ് പോകുന്നുണ്ടല്ലോ, എച്ച് പ്ലസ് പോകുന്നുണ്ടല്ലോ, ആ എച്ച് പ്ലസ് പോകാൻ ഉദ്ദേശിച്ച ഏത് കാർബണാണോ അയാളുടെ 2 എച്ചിനും ഒഴിവാക്കുക, 2 എച്ചിനും ഒഴിവാക്കി. അപ്പോൾ CH അല്ലേ, കണ്ടില്ലേ, CH എന്ന് എഴുതി വെച്ചു. ഡബിൾ ബോണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ആ CHൻ്റെ കൂടെ CHO ഉണ്ട്, കണ്ടില്ലേ, CHO എന്ന് എഴുതി വെച്ചു. അപ്പോൾ ഇതിലേതാ മേജർ പ്രൊഡക്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിലോ, മേജർ പ്രൊഡക്റ്റ് പൊതുവേ സെൽഫിനേക്കാളും പൊതുവേ ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ പ്രൊഡക്റ്റാണ് പൊതുവേ മേജറായിട്ട് വരിക. അപ്പോൾ ക്രോസ് എന്ന് പറയുമ്പോൾ ഇതും അങ്ങോട്ടും ഇതങ്ങോട്ടും രണ്ടും ക്രോസ് അല്ലേ, 1ഉം 2ഉം തമ്മിലും ക്രോസാ, 2ഉം 1ഉം തമ്മിൽ ക്രോസാ. അതിലേതാ മേജർ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, മക്കളെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്താ, അതായത് സി ഡബിൾ ബോണ്ട് പൊട്ടുന്ന റിയാക്ഷനാണ് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. എന്നിട്ട് ഈ സി ഡബിൾ ബോണ്ട് പൊട്ടിയിട്ട് അങ്ങോട്ട് ന്യൂക്ലിയോഫൈൽ വരുന്നതാണ് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. അല്ലെങ്കിൽ ഈ സി ഡബിൾ ബോണ്ട് പൊട്ടിയിട്ട് ഇവിടുത്തെ ന്യൂക്ലിയോഫൈൽ വരുന്നതാണ് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. അപ്പം നിങ്ങൾക്ക് അറിയാം, സി ഡബിൾ ബോണ്ട് പൊട്ടുന്ന റിയാക്ഷൻ, അതായത് ഏറ്റവും നല്ല പോലെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ നടക്കൽ ആർക്കാണോ അയാളുടെ സി ഡബിൾ ബോണ്ടോ പൊട്ടിക്കുക. അതാണ് പഠിക്കേണ്ടത്. പറഞ്ഞേ, ആർക്കാണോ നല്ലപോലെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ നടക്കുക അയാളുടെ സി ഡബിൾ ബോണ്ടോ നിങ്ങൾ പൊട്ടിക്കുക. അതാണ് മേജർ പ്രൊഡക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ റേറ്റ് അറിയില്ലേ, ആദ്യം ഏറ്റവും നല്ലപോലെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ തരില്ലാരാ, ചെറിയ ആൾഡിഹൈഡ്, പിന്നെ അതിനേക്കാളും വലിയ ആൾഡിഹൈഡ്, പിന്നെ ആരോമാറ്റിക് ആൾഡിഹൈഡ്, പിന്നെ ചെറിയ കീറ്റോൺ, പിന്നെ വലിയ കീറ്റോൺ. അതാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇത് ആൾഡിഹൈഡാ, ഇതും ആൾഡിഹൈഡാ, ഇത് ചെറിയ ആൾഡിഹൈഡാ, ഇത് വലിയ ആൾഡിഹൈഡാ. അപ്പോൾ ചെറിയ ആൾഡിഹൈഡിനാണ് നല്ല പോലെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ നടക്കുക. അതുകൊണ്ട് ഏതാ മേജർ, ഇയാളുടെ സി ഡബിൾ ബോണ്ടോ പൊട്ടിക്കുന്നതും ഇയാളുടെ എച്ച് പ്ലസ് പോയി CH- കൊടുക്കുന്നതും എന്നിട്ട് ഇവർ തമ്മിൽ ക്രോസ് നടക്കുന്ന പ്രൊഡക്റ്റാണ് മേജറായിട്ട് വരിക. ഓക്കെ ആണല്ലോ. അപ്പം ഷോർട്ട് കട്ടായിട്ട് നമ്മൾ എന്താ പഠിച്ചേ, ആരെ സി ഡബിൾ ബോണ്ടോ ആണോ പൊട്ടിക്കുന്നത് അയാളുടെ ഓ മൊത്തം പോവട്ടെ, ആര് എച്ച് പ്ലസ് ആണ് പോകുന്നത് അവിടുത്തെ 2 എച്ച് പോവട്ടെ, എന്നിട്ട് ഈ സിയും തമ്മിൽ ഡബിൾ ബോണ്ട് കൊടുക്കട്ടെ. അതായത് CH3 CH ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് കൊടുക്കുക. പിന്നെ ഈ സീൻ്റെ അടുത്ത് CH3യും CHOയും ഉണ്ട്. അതായത് ഏതാ അവിടെ മേജറായിട്ട് വരിക, ഇയാളായിരിക്കും ഇവിടുത്തെ മേജർ പ്രൊഡക്റ്റ് ആയിട്ട് വരിക. മനസ്സിലായല്ലോ. അപ്പോൾ മേജർ പ്രൊഡക്റ്റ് എങ്ങനെ തീരുമാനിക്കുക, ആർക്കാണ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ നല്ലപോലെ നടക്കുക അയാളുടെ സി ഡബിൾ ബോണ്ടോ പൊട്ടിച്ചിട്ട് മറ്റേ ആളുടെ എച്ച് പ്ലസ് പോയിട്ട് കണക്ട് ചെയ്യുന്നതാണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് വരിക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തതിലോട്ട് കിടക്കാം. ഈ 4ാമത്തെ ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞേ, NCERT ഉള്ളതാണ്. അതായത് ഒരാളുടെ അടുത്ത് സി ഡബിൾ ബോണ്ടോയുടെ തൊട്ടടുത്തുള്ള കാർബണിൻ്റെ അടുത്ത് ആൽഫ എച്ച് ഉണ്ട്, പക്ഷേ ഈ സി ഡബിൾ ബോണ്ടോയുടെ തൊട്ടടുത്തുള്ള കാർബൺ ഇയാളല്ലേ, ഇവിടെ ആൾറെഡി 4 ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാർബണിൻ്റെ അടുത്ത് എന്തുണ്ടാവില്ല, ആൽഫ എച്ച് ഉണ്ടാവില്ല. അപ്പോൾ ഒരാളുടെ അടുത്ത് ആൽഫ എച്ച് ഉണ്ട്, ഒരാളുടെ അടുത്ത് ആൽഫ എച്ച് ഇല്ല. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താ, ഹൗ മെനി പ്രൊഡക്റ്റ് കിട്ടും എന്നാണ്. ഒന്ന് 2ഉം തമ്മിൽ നടക്കാം, അത് സെൽഫ് കണ്ടൻസേഷൻ, സെൽഫ് ആൾഡോൾ കണ്ടൻസേഷൻ. അടുത്തെന്താ, എടാ ഇയാളുടെ ആൽഫ എച്ച് പോകാൻ ഇവിടെ ആൽഫ എച്ച് ഇല്ല, അപ്പോൾ ഇവിടുത്തെ ആൽഫ എച്ച് പോകണ്ട, അതിന് പകരം ഇവിടുത്തെ സി ഡബിൾ ബോണ്ടോ പൊട്ടുക, ഇവിടുത്തെ ആര് പോവുക, ആൽഫ എച്ച് പ്ലസ് പോവുക, തമ്മിൽ കണക്ട് ചെയ്യുക. അപ്പോൾ 2 പ്രൊഡക്റ്റാണ് കിട്ടുക. ഒന്ന് ഇയാളും തമ്മിലും, മറ്റൊന്ന് ഇയാളുടെ സി ഡബിൾ ബോണ്ടോ പൊട്ടുക, ഇയാളുടെ ആൽഫ എച്ച് പോയിട്ട് കണക്ട് ചെയ്യുക. അതാണ് മറ്റേ ഒരു പ്രൊഡക്റ്റ്, 2ാമത്തെ പ്രൊഡക്റ്റ്. അപ്പോൾ ടോട്ടൽ 2 പ്രൊഡക്റ്റാണ് കിട്ടുക. 2 ആളുടെ അടുത്തും ആൽഫ എച്ച് ഉണ്ട്, 2 കോമ്പൗണ്ട് ഡിഫറെൻറ്റ് കോമ്പൗണ്ട് ആണെങ്കിൽ 4 പ്രൊഡക്റ്റാണ് കിട്ടുക. ഒരേ ആളാണെങ്കിൽ 1 പ്രൊഡക്റ്റാണ് കിട്ടുക. 2 ആളുണ്ട് പക്ഷേ ഒരാളുടെ അടുത്ത് ആൽഫ എച്ച് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ എത്ര പ്രൊഡക്റ്റാണ് കിട്ടുക, ഈ പറഞ്ഞ കേസ് 2 പ്രൊഡക്റ്റാണ് കിട്ടുക. അപ്പോൾ ആരൊക്കെ തമ്മിൽ, 2ഉം തമ്മിൽ എന്ന് പറയുമ്പം ഇയാളും തമ്മിൽ. അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചത്. ഷോർട്ട് കട്ട് പറഞ്ഞാൽ മതി. ഇവിടെ 2 ഒരേപോലെ തന്നെ അല്ലേ, ഒരു ഡൗട്ടും വേണ്ട. ഇയാളുടെ ഓ പോവുക, കണ്ടില്ലേ, ഇയാളുടെ ഓ പോയ ഭാഗം ഈ നോക്കിക്കേ എഴുതി വെച്ചു, ഇതേപോലെ എഴുതി വെച്ചു. ഈ സി ഏതാ, ഈ CH3 ഏതാ, ആ ഓക്ക് പകരം ഡബിൾ ബോണ്ട് കൊടുത്തു. ഈ സി ഡബിൾ ബോണ്ട് ഓയുടെ തൊട്ടടുത്തുള്ള കാർബണിൻ്റെ അടുത്തുള്ള എച്ച് പ്ലസ് പോവുക. ഷോർട്ട് കട്ടായിട്ട് 2 എച്ചിന് ഒഴിവാക്കുക, 2 എച്ചിന് ഒഴിവാക്കി. 2 എച്ച് ഒഴിവാക്കിയാൽ പിന്നെ CH അല്ലേ, കണ്ടില്ലേ, CH എന്ന് എഴുതി വെച്ചു. ആ CHൻ്റെ കൂടെ ഇയാളുണ്ടല്ലോ, കണ്ടില്ലേ, ഇത് എഴുതി വെച്ചു. ഇത് കിട്ടി. ഇത് മൈനറാണ്, കാരണം എന്താ, ഇത് സെൽഫാ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്രോസ് ആണ് പൊതുവേ മേജറായിട്ട് വരിക. അല്ലെങ്കിൽ ആലോചിച്ചാൽ പോരെ, എടാ ഇത് ആൾഡിഹൈഡാ, ഇത് കീറ്റോണാ. ആൾഡിഹൈഡിന് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ നടക്കും കീറ്റോണേക്കാളും. അതുകൊണ്ട് ഇയാൾക്ക് നല്ലപോലെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ നടക്കും, ആരെക്കാളും, ഇയാളെക്കാളും. അപ്പോൾ ആർക്കാണോ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ നല്ലപോലെ നടക്കുക അയാളുടെ സി ഡബിൾ ബോണ്ടോ പൊട്ടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം
ഇയാളുടെ സി ഡബിൾ ബോണ്ടോ പൊട്ടിക്കുക, ഇയാളുടെ H+ പോവുക, തമ്മിൽ കണക്ട് ചെയ്യുക. അതാണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക കിട്ടുക. അതാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഷോർട്ട് കട്ട് പറഞ്ഞാൽ മതി. ആരെ സി ഡബിൾ ബോണ്ടോ ആണോ നിങ്ങൾ പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് അയാളുടെ O മൊത്തം പോട്ടെ. കണ്ടില്ലേ, മൊത്തം പോയി. അപ്പോൾ CH മാത്രം. ആ ഓക്ക് പകരം ഡബിൾ ബോണ്ട് കൊടുത്തു. മറ്റേ ആളുടെ H+ ഒഴിവാക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് അയാൾ ഷോർട്ട് കട്ടായിട്ട് അയാളുടെ 2H പോവട്ടെ. ഇപ്പോൾ CH ആയിട്ട് മാറി. എന്നിട്ട് ഈ സിയും തമ്മിൽ ഡബിൾ ബോണ്ട് കൊടുത്തു. അതാണ് ഇവിടെ എഴുതി വെച്ചത്. ആ CHൻ്റെ കൂടെ ഇയാളുണ്ട്, CHൻ്റെ കൂടെ ഞാൻ ഇയാൾ എഴുതി വെച്ചു. ഇയാളാണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് വരിക. കാരണം എന്തുകൊണ്ട് അയാൾ മേജർ ആവാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, ന്യൂക്ലിയോഫിലിക് അഡീഷൻ ആർക്കാണോ നല്ലപോലെ നടക്കുക അയാളുടെ സി ഡബിൾ ബോണ്ടോ പൊട്ടിക്കുക, മറ്റേ ആളുടെ ആൽഫ H പോയിട്ട് കണക്ട് ചെയ്യുന്നതാണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക. ഇത് ആൾഡിഹൈഡാ, ഇത് കീറ്റോണാ. കീറ്റോണേക്കാൾ നല്ലപോലെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ നടക്കൽ ആൾഡിഹൈഡിനാണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ടൈപ്പ് ചോദ്യമാണ്, അതായത് വിച്ച് ഈസ് നോട്ട് ആൾഡോൾ കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് ഓഫ് ഫോളോയിങ് റിയാക്ഷൻ. അതായത് ഈ രണ്ടാൾക്കും ആൾഡോൾ കണ്ടൻസേഷൻ നടന്നാൽ ഏതാണ് പ്രൊഡക്റ്റ് അല്ലാത്തത് എന്നാ ചോദ്യം. നിങ്ങൾ നോക്കിക്കേ, ഇത് ഇയാളുടെ അടുത്തും ആൽഫ H ഉണ്ട്, ഇയാളുടെ അടുത്തും ആൽഫ H ഉണ്ട്. അപ്പോൾ 4 പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ ഇത് 4 കൊടുത്തിട്ടുണ്ട്, 5 കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും അയാളുടെ പ്രൊഡക്റ്റ് അല്ല എന്നാണ് പറയുന്നത്. ഏതല്ലാത്തതെന്നാ ചോദ്യം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്രൊഡക്റ്റ് തന്നിട്ട് റിയാക്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റണം. അതായത് നമ്മൾ ഇതുവരെ എന്താ ചെയ്ത, റിയാക്റ്റൻ്റ് തന്നു, പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു. ഇനി അടുത്തെന്താ, പ്രൊഡക്റ്റിൽ നിന്നും നമുക്ക് റിയാക്റ്റൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റണം. അതെങ്ങനെ ഷോർട്ട് കട്ടായിട്ട് ചെയ്യാമെന്നറിയോ? വളരെ എളുപ്പമാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഇങ്ങോട്ട് വാട്ടറിനെ ആഡ് ചെയ്യുക. എന്താ ചെയ്യേണ്ടേ? ഡബിൾ ബോണ്ട് പൊട്ടിക്കുക. വാട്ടർ എന്ന് പറയുമ്പോൾ 2H ഒരു OU അല്ലേ. അപ്പോൾ ഈ ഡബിൾ ബോണ്ടാണ് നിങ്ങൾ പൊട്ടിച്ചല്ലോ. അപ്പോൾ ഇതൊരു കോമ്പൗണ്ടും ഇത് മറ്റൊരു കോമ്പൗണ്ടായിട്ട് എടുക്കുക. ഈ കോമ്പൗണ്ട് എടുത്ത് ആൾറെഡി ഒരു ഉണ്ട്. ഉള്ള കോമ്പൗണ്ട് എടുത്തോട്ട് ഇനി എന്ത് ചെയ്യണ്ട, ആഡ് ചെയ്യണ്ട, അതിന് പകരം 2H ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 2H ആഡ് ചെയ്യുക. അപ്പോൾ CH3CO CH3 കണ്ടില്ല, CH3CO CH3 ഇവിടെ ഉണ്ട്. ഈ ഡബിൾ ബോണ്ട് പൊട്ടിക്കുമ്പോൾ ഈ സൈഡിൽ ഇല്ലല്ലോ, ഇല്ലാത്ത ഭാഗത്ത് ഡബിൾ ബോണ്ട് കൊടുക്കുക. ഇത് വരാം CH3CO CH3 അല്ലേ, കണ്ടില്ല, CH3CO CH3. അപ്പോൾ ഇയാൾക്ക് സെൽഫ് നടന്നാൽ കിട്ടുന്ന പ്രൊഡക്റ്റാണ് ആക്ച്വലി ഇത്. ഇനി അടുത്ത് അപ്പം ഇയാളൊരു പ്രൊഡക്റ്റായിട്ട് കിട്ടാം. ഇനി അടുത്ത് B നോക്കാം. എന്താ ചെയ്യേണ്ടേ? ഡബിൾ ബോണ്ട് പൊട്ടിക്കുക. ഇല്ലാത്ത സൈഡിൽ ഡബിൾ ബോണ്ട് കൊടുക്കുക. കണ്ടില്ലേ, ഡബിൾ ബോണ്ട് കൊടുത്തു. അപ്പോൾ ഇങ്ങനത്തെ ഒരാൾ കിട്ടി. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഉള്ള ഭാഗത്ത് 2H കൊടുത്തു, CH3COH, അതും ഇതന്നെയല്ലേ. അപ്പോൾ ഇയാൾക്ക് സെൽഫ് നടന്നാൽ കിട്ടുന്ന പ്രൊഡക്റ്റാണ് ആക്ച്വലി ഇത്. ഇനി അടുത്ത് നമുക്കിത് നോക്കാം. ഡബിൾ ബോണ്ട് പൊട്ടിച്ചു, ഇല്ലാത്ത സൈഡിൽ ഡബിൾ ബോണ്ട് കൊടുത്തു. ഇതാരാ? അസറ്റോൺ. കണ്ടില്ലേ, അസറ്റോൺ ഇവിടെ ഉണ്ട്. ഉള്ള സൈഡിൽ 2H കൊടുത്തു, CH3CH, അതാണിത്. ഓക്കെ, അപ്പോൾ ഇയാളും ക്രോസ് നടന്നാൽ കിട്ടുന്നൊരു പ്രൊഡക്റ്റാണിത്. ക്രോസ് 2 രീതിയിൽ നടക്കാമല്ലോ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഡബിൾ ബോണ്ട് പൊട്ടിച്ചു, ഡബിൾ ബോണ്ട് കൊടുത്തു. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ആരാ? CH3CH, കണ്ടില്ലേ, ഇവിടെ ഉണ്ട്. പിന്നെ ഡബിൾ ബോണ്ട് കൊടുത്തതിൻ്റെ മറ്റേ സൈഡിൽ 2H കൊടുത്തു. അപ്പോൾ ഇയാളല്ലേ കിട്ടുക, അത് ഇയാളും അല്ലേ. അപ്പോൾ ഇവർ തമ്മിൽ ക്രോസ് നടന്നാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഡിയും കിട്ടാം. ഓക്കെ, അപ്പോൾ എയും ബിയും സിയും ഡി ഒക്കെ പ്രൊഡക്റ്റായിട്ട് വരാം. ഇത് വരുമോ നമുക്ക് ചെക്ക് ചെയ്യാം. ഡബിൾ ബോണ്ട് പൊട്ടിച്ചു, ഇല്ലാത്ത സൈഡിൽ ഡബിൾ ബോണ്ട് കൊടുത്തു. ഓക്കെ, ഇങ്ങനത്തെ ഒരാൾ ഇവിടെ ഉണ്ട്, കണ്ടില്ലേ, ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഡബിൾ ബോണ്ട് പൊട്ടിച്ചിട്ട് ഉള്ള സൈഡിൽ 2H കൊടുക്കാനല്ലേ പറഞ്ഞേ. ഇങ്ങനത്തെ ഒരാൾ അതിലുണ്ടോ? എവിടെയും കാണുന്നില്ലല്ലോ, ഇല്ല. അതുകൊണ്ട് ഇതൊരു പ്രൊഡക്റ്റായിട്ട് ഒരിക്കലും എന്ത് ചെയ്യൂല, കിട്ടില്ല. ആ പ്രൊഡക്റ്റ് കിട്ടാത്തത് ഏതാ? ഓപ്ഷൻ E ആണ് കിട്ടാത്തത്. ക്ലിയർ ആണെന്ന് വിചാരിച്ചോട്ടെ. അപ്പോൾ ആ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ആൾഡോൾ കണ്ടൻസേഷനിൽ മാക്സിമം വരുന്ന, നിങ്ങൾ കൊണ്ട് ചോദിക്കാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് ഒരു കുഞ്ഞൊരു കാര്യം കൂടിയും പറയാം. ഇത് പൊതുവെ നീറ്റിന് ചോദിക്കാറില്ല കേട്ടോ. എന്നാൽ നിങ്ങൾ പല എക്സാമും അറ്റൻഡ് ചെയ്യുന്നവരായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അത് കണ്ട് പേടിക്കൊന്നും വേണ്ട. ഓക്കെ, ഇവിടെ ഈ പ്രൊഡക്റ്റ്, ഈ ഒരു കോമ്പൗണ്ട് തരുമ്പം ഇയാൾക്ക് ആൾഡോൾ കണ്ടൻസേഷൻ നടന്നാൽ എന്താ കിട്ടുക എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ കൺഫ്യൂഷൻ എന്താ നിങ്ങളുടെ കൺഫ്യൂഷൻ? ഞാൻ പറയാം. അതായത് ഇവിടെ ഒരു സി ഡബിൾ ബോണ്ടോ, ഒരു കോമ്പൗണ്ട് തന്നെ 2 സി ഡബിൾ ബോണ്ടോ ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ എന്ത് ചെയ്യാം? ഇൻട്രാമോളിക്കുലാർ ആൾഡോൾ കണ്ടൻസേഷനാണ് നടക്കുക. അപ്പം ഞാൻ പല ഡൗട്ടും ഉണ്ടാവും, അത് ഞാൻ പറയാം. മക്കൾ, ഇയാളുടെ സി ഡബിൾ ബോണ്ട് ഇത് സിമ്മട്രിക്കാണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവില്ല, എളുപ്പം അത് ആക്ച്വലി. ഇയാളുടെ സി ഡബിൾ ബോണ്ടോ പൊട്ടിക്കുന്നതും അല്ലെങ്കിൽ ഈ സി ഡബിൾ ബോണ്ടോ പൊട്ടിക്കുന്നതൊക്കെ ഏകദേശം കണക്ക് തന്നെയാണ്. ഏകദേശം എന്നല്ല, കണക്ക് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ സി ഡബിൾ ബോണ്ടോ നിങ്ങൾ എന്ത് ചെയ്യുക? പൊട്ടിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടുത്തെ H+ പോകണോ അല്ലെങ്കിൽ ഇവിടുത്തെ
ഒരാളുടെ സി ഡബിൾ ബോണ്ട് പൊട്ടിച്ചാൽ മറ്റേ ആളുടെ സി ഡബിൾ ബോണ്ട് ഓയുടെ തൊട്ടടുത്തുള്ള കാർബൺ, അതായത് ആൽഫ കാർബണിൻ്റെ എച്ച് പ്ലസിനെ ഒഴിവാക്കുക എന്നാണ് മെക്കാനിസം. ഒരാളുടെ സി ഡബിൾ ബോണ്ട് പൊട്ടിക്കുക, മറ്റേ ആളുടെ ആൽഫ എച്ച് പ്ലസ് പോവുക. അതും ആൽഫ നല്ല സി ഡബിൾ ബോണ്ട് ഓയുടെ തൊട്ടടുത്തുള്ള കാർബൺ ഇത് ആൽഫയാ, ഇതും ആൽഫയാ. അപ്പോൾ ഏത് എച്ച് പ്ലസ്സാണ് പോകണ്ടേ? ഇവിടുത്തെ എച്ച് പ്ലസ് പോയാൽ CH2 ഇവിടെ നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യും. അപ്പോൾ ഇയാളും തമ്മിൽ കണക്ട് ചെയ്യും. അപ്പോൾ നോക്കിക്കുക 1 2 3 4 5 6 മെമ്പേർഡ് റിങ് ഫോം ചെയ്യും. അതിന് പകരം ഇവിടുത്തെ എച്ച് പ്ലസ് പോയാലോ, ഇവിടെയാണ് നെഗറ്റീവ് ചാർജ് വരിക. അപ്പം 1 2 3 4 മെമ്പേർഡ് റിങ്ങാണ് ഫോം ചെയ്യുക. 4 മെമ്പേർഡ് റിങ്ങിനേക്കാളൊക്കെ സ്റ്റേബിൾ 6 മെമ്പേർഡ് റിങ് അല്ലേ, അതുകൊണ്ട് ഇവിടുത്തെ എച്ച് പ്ലസ് ആയിരിക്കും പോവുക. അപ്പോൾ ഇവിടെയാണ് നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യുക. എന്നിട്ട് ഈ ബോണ്ട് ഇങ്ങോട്ട് പൊട്ടുമ്പോൾ ഇവിടെ പ്ലസ് കിട്ടൂലേ, ഈ പ്ലസ് നെഗറ്റീവും തമ്മിൽ എന്ത് ചെയ്യും, ഇൻട്രാക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ 6 മെമ്പേർഡ് റിങ് ഫോം ചെയ്യും. എണ്ണിയാൽ മതി. നോക്കിയേ 1 2 3 4 5 6 മെമ്പേർഡ് റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു 6 മെമ്പേർഡ് റിംഗ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരച്ച് വെക്കുക. 6 മെമ്പേർഡ് റിംഗ് എന്ത് ചെയ്യുക, വരച്ച് വെച്ചല്ലോ. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച്, അതായത് ഇയാളും തമ്മിലല്ല കണക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ IUPAC നോമൻക്ലേച്ചർ പ്രകാരമൊന്നുമില്ല, നിങ്ങൾ ഇഷ്ടത്തിന് ഒന്നിൽ ഇയാൾക്ക് 1 2 3 4 5 6 എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ 1 2 3 4 5 6 എന്ന് കൊടുക്കുക. ഞാൻ തൽക്കാലം ഇവിടെ 1 ഇവിടെ 2 3 4 5 6 എന്ന് കൊടുത്തു. അതേപോലെ നിങ്ങൾ ഇഷ്ടം എങ്ങനെ കൊടുത്തോ, ഞാൻ തൽക്കാലം ഇവിടെ 1 കൊടുത്തു, പിന്നെ ഇവിടെ 2 3 4 5 6. അത് നിങ്ങൾ നോക്കിയാൽ മതി മക്കളെ. 1 ഇതല്ലേ 1ൻ്റെ അടുത്ത് ഇവിടെ ആരുണ്ട്, ഒരു മീത്തേൽ ഗ്രൂപ്പില്ലേ. അപ്പോൾ 1ൻ്റെ അടുത്ത് ഇവിടെ ആര് കൊടുക്കണം, ഞാനിവിടെ ആര് കൊടുക്കണം, മീത്തേൽ ഗ്രൂപ്പിന് കൊടുക്കണം. 1ൻ്റെ സി ഡബിൾ ബോണ്ടും അല്ലടാ പൊട്ടിയത്. അപ്പോൾ ഈ സി ഡബിൾ ബോണ്ട് അങ്ങോട്ട് പൊട്ടുമ്പം ഇത് സിംഗിൾ ബോണ്ടായില്ലേ, ഇത് O- ആയില്ലേ. O- ഒക്കെ ഡൈല്യൂട്ട് NOHലുള്ള എച്ച് പ്ലസിന് വാങ്ങിയിട്ട് O- OH ആയിട്ട് മാറൂലേ. അപ്പോൾ 1ൻ്റെ അടുത്ത് ഒരു OH അവിടെ ഉണ്ടായിട്ടുണ്ടാവൂലേ. അപ്പോൾ 1ൻ്റെ അടുത്ത് ഞാനിവിടെ ആര് എഴുതി വെച്ചു, ഒരു OHനെ എഴുതി വെച്ചിട്ടുണ്ട്. 1ൻ്റെ അടുത്ത് ആര് എഴുതി വെച്ചിട്ടുണ്ട്, ഒരു OHനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കണം, 5ാമത്തെ കാർബണിൻ്റെ അടുത്ത് സി ഡബിൾ ബോണ്ട് ഉണ്ട്, അയാൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ, പറ്റിയിട്ടില്ല. അപ്പോൾ 5ാമത്തെ കാർബണിൻ്റെ അടുത്ത് ഞാനിവിടെ ആരെ കൊടുക്കണം, ഒരു സി ഡബിൾ ബോണ്ട് ഓനെയും കൊടുക്കണം. 5ാമത്തെ കാർബണിൻ്റെ അടുത്ത് ഒരു സി ഡബിൾ ബോണ്ട് ഓനെയും കൊടുക്കണം. അപ്പോൾ ഇതാണ് ആക്ച്വലി ആൾഡോൾ പ്രൊഡക്റ്റ്. ഇനി കണ്ടൻസേഷൻ നടക്കണ്ടേ, എടാ ഇത് ആൽഫ കാർബൺ, ഇത് ബീറ്റയാ, ഇതും ബീറ്റയാ. ഏത് ബീറ്റയെന്ന് എച്ച് പോവുക, ഈ ആൽഫയെന്ന് OH പോയി, ഈ ബീറ്റയെന്ന് എച്ച് പോയാൽ ഡബിൾ ബോണ്ട് കൊടുത്താൽ ഗുണം എന്താ, ഡബിൾ സിംഗിൾ ഡബിൾ കോൺജുഗേഷനാണ്. ഈ ആൽഫയെന്ന് OH പോയി, ഈ ബീറ്റയെന്ന് എച്ച് പോയി, ഇവിടെ ഡബിൾ ബോണ്ട് വന്നാൽ ഡബിൾ സിംഗിൾ കോൺജുഗേഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, ഈ ആൽഫയെന്ന് OHും പോയി, ഈ ബീറ്റയെന്ന് എച്ചും പോയിട്ട് എന്ത് ചെയ്യുക, അവ തമ്മിൽ ഡബിൾ ബോണ്ട് കൊടുക്കുക. ബാക്കിയൊക്കെ അതേപോലെ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഓക്കെ, ബാക്കിയൊക്കെ അതേപോലെ എന്ത് ചെയ്താൽ മതി, എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. നീറ്റിന് പൊതുവെ ഇൻട്രാ മോളിക്കുലർ ആൾഡോൾ കണ്ടൻസേഷൻ എന്ത് ചെയ്യാറില്ല, ചോദിക്കാറില്ല. ലാസ്റ്റ് ഒറ്റൊന്നും കൂടി, ഞാനത് മൊത്തം ചെയ്തൊന്നുമില്ല, ഒരു സിമ്പിളായിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മക്കളെ. ഇയാളുടെ സി ഡബിൾ ബോണ്ടോ പൊട്ടി, ഇയാളുടെ എച്ച് പ്ലസ് പോയാൽ അപ്പോൾ ഇവിടെ മൈനസ് ചാർജ് ഫോം ചെയ്യും. അപ്പോൾ 1 2 3 4 5 6 6 മെമ്പേർഡ് റിംഗ് ഫോം ചെയ്യാം. അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഉണ്ട്, ഇയാളുടെ സി ഡബിൾ ബോണ്ടോ പൊട്ടിയിട്ട് ഇവിടുത്തെ എച്ച് പ്ലസ് പോയാലും അങ്ങനെ തന്നെ അല്ലേ, 1 2 3 4 5 6 മെമ്പേർഡ് റിംഗ് ഫോം ചെയ്യുക. രണ്ടും ഡിഫറെൻറ്റാണ്, കാരണം ഇത് സിമെട്രിക് അല്ല. ഇതെന്താ, ഇത് കീറ്റോണാ, ഇത് ആൾഡിഹൈഡാ. അപ്പോൾ ചില ആൾക്കാർക്ക് ചോദിക്കും, സാറേ ഇവിടുത്തെ എച്ച് പ്ലസ് പോയി ഇവിടുത്തെ സി ഡബിൾ ബോണ്ടോ പൊട്ടിക്കൂടെ? അത് നടക്കില്ല. കാരണം എന്താണെന്ന് അറിയോ, അങ്ങനെ സി ഡബിൾ ബോണ്ടോ പൊട്ടിയാൽ പ്ലസ് ചാർജ് ഫോം ചെയ്യും, ഇവിടെ എച്ച് പ്ലസ് പോയാൽ മൈനസ് ചാർജ് ഫോം ചെയ്യും. ഇവർ തമ്മിൽ റിംഗ് ഉണ്ടാക്കിയാൽ 1 2 3 4 5 6 7 ഏകദേശം 7 മെമ്പേർഡ് റിംഗ് ഒക്കെയാണ് ഫോം ചെയ്യുക. 7 8 മെമ്പേർഡ് റിംഗ്. 7 മെമ്പേർഡ് റിംഗും 8 മെമ്പേർഡ് റിംഗും ഒക്കെ ഒട്ടും സ്റ്റേബിൾ അല്ല. ആരെ വെച്ച് കമ്പയർ ചെയ്യുമ്പം 6നെയും 5നെയും വെച്ച് കമ്പയർ ചെയ്യുമ്പം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ സി ഡബിൾ ബോണ്ട് പൊട്ടി ഇവിടെ എച്ച് പ്ലസ് പോയാൽ 6 മെമ്പേർഡ് റിംഗാണ് ഫോം ചെയ്യുക. ഇതിവിടെ സി ഡബിൾ ബോണ്ടോ പൊട്ടി ഇവിടുത്തെ എച്ച് പ്ലസ് പോയാൽ 1 2 3 4 5 ഇവിടെയും 6 മെമ്പേർഡ് റിംഗാണ് ഫോം ചെയ്യുക. അപ്പോൾ ഡൗട്ട് വരും, എവിടുത്തെ സി ഡബിൾ ബോണ്ടോ ആണ് പൊട്ടിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ത്, റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് അവിടെ ആക്ച്വലി ന്യൂക്ലിയോഫിലിക് അഡീഷനാണ്. ആർക്കാണ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ നല്ലപോലെ നടക്കുക? ഇത് ആൾഡിഹൈഡാ, ഇത് കീറ്റോണാ. ആർക്കാ നല്ലപോലെ നടക്കുക? പെട്ടെന്ന് പറ. ആൾഡിഹൈഡിനാണ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ നല്ലപോലെ നടക്കുക. അപ്പോൾ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആർക്കാണോ നല്ലപോലെ നടക്കേണ്ടത്, അയാളുടെ സി ഡബിൾ ബോണ്ടോ നിങ്ങൾ പൊട്ടിക്കുക, മറ്റേ ആളുടെ എച്ച് പ്ലസ് പോവുക. അപ്പോൾ ഇവിടെ എച്ച് പ്ലസ് ഉണ്ട്, ഇവിടെ എച്ച് പ്ലസ് ഉണ്ട്, രണ്ടും ആൽഫയാണ്. ഇവിടുത്തെ എച്ച് പ്ലസ് പോയാൽ ഇവർ തമ്മിൽ കണക്ട് ചെയ്താൽ 1 2 3 4 5 6 7 6നേക്കാളും കൂടുതൽ കാർബണുള്ള മെമ്പേർഡ് റിംഗാണ് ഫോം ചെയ്യുന്നത്. അത് സ്റ്റേബിൾ അല്ല. അതിന് പകരം ഇവിടുത്തെ എച്ച് പ്ലസ് പോയാൽ അവിടെ ഒരു മൈനസ് ചാർജ് ഫോം ചെയ്യും. ഇവർ തമ്മിൽ കണക്ട് ചെയ്താൽ
ഇവർ തമ്മിൽ കണക്ട് ചെയ്താൽ 1 2 3 4 5 6 മെമ്പേർഡ് റിംഗ് ഫോം ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിന് 6 മെമ്പേർഡ് റിംഗ് വരയ്ക്കുക. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇഷ്ടത്തിന് 1 2 3 4 5 6 കൊടുക്കുക. 1 2 3 4 5 6 കൊടുത്തു. നിങ്ങൾ ഇഷ്ടത്തിന് ഇവിടെ 1 2 3 4 5 6 കൊടുത്തു. എടാ 1ൻ്റെ കൂടെ ആരുണ്ട്? ഈ ബോണ്ടാണ് ഇങ്ങോട്ട് പൊട്ടിയത്, O- ആയത്. O- ഒക്കെ അവസാനം എന്തായിട്ട് മാറും? OH ആയിട്ട് മാറും. അതുകൊണ്ട് 1ൻ്റെ കൂടെ OH ഉണ്ട്. പിന്നെ നോക്കിക്കേ, 6ൻ്റെ കൂടെ ആരുണ്ട്? 6ൻ്റെ കൂടെ ആരുണ്ട്? ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പില്ലേ. അപ്പോൾ 6ൻ്റെ കൂടെ C+CH3 എന്നുള്ള ഒരു ഗ്രൂപ്പും ഉണ്ട്. ഇനി എളുപ്പമല്ലേ മക്കളെ? ആൽഫ കാർബൺ OH- പോവുക. ഈ ബീറ്റ കാർബൺ H പോയിട്ട് ഡബിൾ ബോണ്ട് കൊടുത്താലുള്ള ഗുണം ഡബിൾ സിംഗിൾ ഡബിൾ കോൺജുഗേഷനാണ്. ഇവിടെ ഈ ബീറ്റയിൽ ഇവിടുന്ന് ആൽഫയിൽ നിന്ന് OH പോയി ഈ ബീറ്റയിൽ H പോയാൽ ഡബിൾ സിംഗിൾ കോൺജുഗേഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ ആൽഫയിൽ നിന്ന് OH- പോയി ഈ ബീറ്റയിൽ നിന്ന് H പോയി തമ്മിൽ ഡബിൾ ബോണ്ട് എന്ത് ചെയ്താൽ മതി? കൊടുത്താൽ മതി. ഇവിടെ ഡബിൾ ബോണ്ട് കൊടുത്തു, ബാക്കി അതേപോലെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക? എഴുതി വെക്കുക. ഇതാണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. പക്ഷേ ഇൻട്രാമോളിക്കുലർ ആൽഡിഹൈഡ് കണ്ടൻസേഷൻ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. എന്നാൽ നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചു. ബാക്കിയുള്ളതൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പഠിക്കുക. ആദ്യം മെക്കാനിസം പഠിക്കുക, അതിനുശേഷം ആ ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ ആൽഡോൾ കണ്ടൻസേഷനിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കൂളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് അത്രയും നല്ലപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഫേവറേറ്റ് ടോപ്പിക്ക്, ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്ക് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ നമുക്ക് ആ ടോപ്പിക്ക് അടുത്തൊരു വീഡിയോയിൽ എന്ത് ചെയ്യാം? എടുക്കാം. അപ്പോൾ നല്ലപോലെ കാര്യങ്ങൾ പഠിക്കുക, നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റുമോ നോക്കുക. വേറൊരു സെക്ഷനിൽ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഓൾ ദി ബെസ്റ്റ്.